In the last class, we have studied the torque acting on a magnetic dipole placed in an external magnetic field. So, based on this, or based on the behavior of tiny magnetic field within the material, in the presence of an external magnetic field, materials can be classified like paramagnetism, diamagnetic material, ferromagnetism, etc. So, first let us consider paramagnetism. Now, at atomic scale, electrons have orbits and spin motion, just like our solar model. Earth സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്, അതിന് ഓർബിറ്റൽ മോഷനുണ്ട്. അതുപോലെ തന്നെ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എർത്തിന് ഒരു സ്പിന്നും ഉണ്ട്, അതിൻ്റെ ആക്സിസിൽ ഒരു സ്പിന്നും ഉണ്ട്. സോ ഓർബിറ്റൽ മോഷനും ഉണ്ട്, സ്പിൻ മോഷനും ഉണ്ട്, രണ്ട് രീതിയിലുള്ള റൊട്ടേഷനാണ് വരുന്നത്. ആറ്റത്തിന് ചുറ്റും ഇതുപോലെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയും സ്പിൻ ചെയ്യുകയാണെന്ന് നമുക്ക് ക്ലാസിക്കലി നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോൺ ഇൻ മോഷൻ, ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ മോഷൻ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് കറണ്ട്. അപ്പോൾ അത് ഇതിനൊരു കറണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി കറണ്ട് ഉണ്ടെങ്കിൽ, ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. സോ ഇൻ ആൻ ആറ്റം അല്ലെങ്കിൽ ആറ്റോമിക് സ്കെയിലിൽ ഇലക്ട്രോൺസ് ഹാവ് ഓർബിറ്റൽ ആൻഡ് സ്പിൻ മോഷൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്, ദാറ്റ് ഈസ് കോൾഡ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. ദിസ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് റിസൾട്ട്സ് എ നെറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്. ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നുണ്ട്, ഓർബിറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടും ചാർജുകളുടെ മോഷനാണ്. ഇത് രണ്ടും കറണ്ട് ഉണ്ടാക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നെറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാ ഇലക്ട്രോൺസിനും ബാധകമാണ്. ബട്ട് വി നോ ദ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സേസ് ഇലക്ട്രോൺ വിത്തിൻ ആൻ ആറ്റം ലോക്ക് ഇൻ പെയർസ്. ഒരു സ്റ്റേറ്റിൽ രണ്ട് ഇലക്ട്രോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ ആണ് വരുന്നത്. സോ ഇലക്ട്രോൺ ലോക്ക് ഇൻ വിത്തിൻ ആറ്റം ലോക്ക് ഇൻ പെയർസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. സോ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഇങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും, ബിക്കോസ് ഓഫ് ഇറ്റ് സ്പിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈ കോമ്പിനേഷൻ്റെ, ഒരു സ്റ്റേറ്റിൽ വരുന്ന ഈ രണ്ട് പെയറുകളുടെ കോമ്പിനേഷൻ തരുന്ന ടോർക്ക്, നെറ്റ് ടോർക്ക് 0 ആവും. ഇപ്പോൾ ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ ആദ്യത്തെ അപ്പ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഡൈപോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡൗൺ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സോ ഇഫക്റ്റീവ്ലി ഈ ഒരു കോമ്പിനേഷൻ്റെ, ഈ പെയറിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ക്യാൻസൽ ചെയ്യാണ് ഉണ്ടാവുന്നത്. ബട്ട് ആറ്റംസ് വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് വിൽ ഹാവ് എ നെറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്. ഇപ്പോൾ ചില കോൺഫിഗറേഷനിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ, ലോവസ്റ്റ് എനർജി ഫില്ല് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ അൺപെയർഡ് ആയിരിക്കും. ആ സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു മാഗ്നറ്റിസം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി, അൺപെയർഡ് ഇലക്ട്രോൺ വിൽ ഹാവ് എ നെറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് പാരാമാഗ്നറ്റിസം. അതാണ് ആക്ച്വലി ദി റീസൺസ് ബിഹൈൻഡ് പാരാമാഗ്നറ്റിസം. സോ പാരാമാഗ്നറ്റിസം ഒറിജിനേറ്റ്സ് വെൻ ഡൈപോൾസ് അസോസിയേറ്റഡ് വിത്ത് എ സ്പിൻ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് എ ടോർക്ക് ടെൻഡിങ് ടു ലൈൻ അപ്പ് പാരലൽ ടു ദി ഫീൽഡ്. ഓക്കെ, അപ്പോൾ എല്ലാ കോമ്പിനേഷനിലും എല്ലാ ഇലക്ട്രോണിനും സ്പിന്നും ഉണ്ട്, ഓർബിറ്റൽ മോഷനും ഉണ്ട്. അതിലെല്ലാവരും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ്, ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ യൂഷ്വലി അവർ പെയർഡായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തതിൽ ആക്ട് ചെയ്യുന്നത്. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാണ് ഉണ്ടാകുന്നത്, നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻസൽ ചെയ്യാണ് ഉണ്ടാകുന്നത്. പക്ഷേ അൺപെയർഡായിട്ട് ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസ്, അത്തരം മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അവിടെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഒരു നെറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് തരും. ദാറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ. So paramagnetism originates when dipoles associated with a spin of unpaired electrons experience torque tending to line up parallel to the field. നമ്മൾ നേരത്തെ കണ്ടു, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഈ ഡൈപോൾ മൂവ്മെൻറ്റ് ആക്ട് ചെയ്യുന്നത്. ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതിൻ്റെ അൺപെയർഡ് ആയിട്ട് ഇലക്ട്രോണിൻ്റെ ഡൈപോൾ മൂവ്മെൻറ്റ് ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് അതിനൊരു ടോർക്ക് ചിലപ്പോൾ ആർബിട്രറി ഡയറക്ഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യണം. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യുന്ന അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ ആ പ്രോപ്പർട്ടിനെയാണ് പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ അലുമിനിയം, ലിഥിയം, പ്ലാറ്റിനം, ഓക്സിജൻ, എക്സെട്ര. ഇനി അടുത്ത ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിസം ആണ്. ബിഫോർ explaining diamagnetism, we have to discuss the theory of the effect of magnetic field on atomic orbits. So this is the basic theory behind diamagnetism. Now consider an electron orbiting in anti-clockwise direction. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ വി സ്പീഡിൽ റിവോൾവ് ചെയ്യുകയാണ്. നൗ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കറണ്ട്. എന്താണ് കാരണം? ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ
ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ചാർജ് പാർട്ടിക്കിൾ ഇൻ മോഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് കറണ്ട്. ഇലക്ട്രോൺ നമ്മൾ യൂഷ്വലി കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജുള്ള മോഷനായിട്ടാണ്. ഇലക്ട്രോൺ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിന് ഈക്വലൻ്റായിട്ട് നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ പോകുന്നതായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതായിട്ട് അസ്യൂം ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇലക്ട്രോൺ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. Now the magnetic dipole moment can be defined as magnetic dipole moment by definition it is the ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? കറണ്ട് ടൈംസ് ഏരിയ ഓഫ് ദി ലൂപ്പ്. കറണ്ട് ടൈംസ് ഏരിയ ഓഫ് ദി ലൂപ്സ്. സോ ഇവിടെ കറണ്ട് എന്താണ്? കറണ്ട് ഈസ് ഡിനോട്ടഡ് ആസ് ഐ. ഏരിയ ഓഫ് ദി ലൂപ്പ് ഒരു സർക്കുലർ ഓർബിറ്റ് ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ പൈ ആർ സ്ക്വയർ. സോ കറണ്ട് ഇൻറ്റു പൈ ആർ സ്ക്വയർ ഏരിയ. ദാറ്റ് ഈസ് എ ഡെഫിനേഷൻ ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഇനി വാട്ട് അബൌട്ട് ഇറ്റ്സ് ഡയറക്ഷൻ? ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. കറണ്ടിൻ്റെ ഡയറക്ഷൻ, കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്, ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ അല്ല എടുക്കുന്നത്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ എടുക്കണമെങ്കിൽ ദിസ് ഈസ് ദ ഡൗൺവേർഡ് ഡയറക്ഷനാണ് എം ഡയറക്ഷൻ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ ഈ അപ്വേർഡ് ഡയറക്ഷൻ ഞാൻ കെ എന്ന് മാർക്ക് ചെയ്യുകയാണ്. സോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ മൈനസ് കെ. നൗ കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ചാർജ് പെർ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് കറണ്ട് എന്ന് പറയുന്നത്, ഓർ ചാർജ് പെർ ടൈം. ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്, ഇ ആണ് അതിൻ്റെ ചാർജ് മാഗ്നിറ്റ്യൂഡ് വരുന്നത്, ഇ ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഇതൊരു തവണ റിവോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം പീരീഡ് ടി. ആൻഡ് വാട്ട് ഈസ് ടി? ഇതിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇസ് ദി ടൈം പീരീഡ്. ഒരു തവണ റിവോൾവ് ചെയ്യാനായിട്ട് വേണ്ട സമയം. സോ 2πr ഇതിൻ്റെ പെരിമീറ്റർ ആണ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. സോ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ബിക്കം ഇ വി ബൈ 2πr. Now substitute for current in this equation. So m is equal to I is given by ev by 2πr times pi r square area minus k direction. So r 1r cancels and pi also cancels, pi cancels, 1r cancels, we get half EVR minus k, that is the expression for magnetic moment. Now the centripetal force of electron orbit, എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, അത് എസ്കേപ്പ് ചെയ്യാതെ പോകുന്നിരിക്കുന്നത്. ദി അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇവർ തമ്മിലുള്ള കുളും ഫോഴ്സാണ് ഈ ഓർബിറ്റിനെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലാസിക്കലി. സോ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഇസ് ഗിവൺ ബൈ എന്താണ്? ഇത് നമ്മൾ ഡിസ്റ്റൻസ് ആറാണെങ്കിൽ 1/4πε0 ചാർജ് സ്ക്വയർ, ദാറ്റ് ഈസ് ഇ സ്ക്വയർ. നമ്മൾ ഹൈഡ്രജൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു പോസിറ്റീവ് ചാർജേ ഉള്ളൂ. സോ ഇ പ്ലസ്, ഇവിടെയാണെങ്കിൽ ഇ മൈനസ്. സോ ഇ സ്ക്വയർ നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ഉള്ളൂ. മൈനസ് ഇ ഇൻറ്റു പ്ലസ് ഇ മൈനസ് ഇ സ്ക്വയർ ആണ് നമ്മളിതിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നു. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ, ക്ലാസിക്കലി സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എം വി സ്ക്വയർ ബൈ ആർ, എം വി സ്ക്വയർ ബൈ ആർ. സോ ഇവിടെ എം എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ, എം ഇ. അങ്ങനെ ഇതിനെ മാസ് സബ്സ്ക്രിപ്റ്റ് ഇ എന്ന് എഴുതാണ്, കാരണം നമ്മൾ എം ഓൾറെഡി മാഗ്നറ്റിക് മൊമെൻറ്റിനെ, ഡൈപോൾ മൊമെൻറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. സോ എം ഇ ഈസ് ദി മാസ് ഓഫ് ഇലക്ട്രോൺ, മാസ് ഓഫ് ഇലക്ട്രോൺ. സോ അപ്പോൾ ഇതാണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നൗ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഇൻ കെ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ അപ്ലൈ ചെയ്യാണ്. സോ എന്തായിരിക്കും സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ വിൽ ഇൻക്രീസ് ഫ്രം വി ടു വി പ്രൈം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാരഡേസ് ലോ, നിങ്ങൾ അടുത്ത സെമസ്റ്റർ പഠിക്കും, ഫാരഡേസ് ലോ പഠിക്കുമ്പോൾ നമ്മൾ കാണും ഒരു ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു സിമ്പിൾ ലോ ഇതാണ്, ലെൻസസ് ലോ. ലെൻസസ് ലോ എന്ന് പറയുന്നത് നേച്ചർ അബോർട്സ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. നേച്ചർ അബോർട്സ് ദി ചേഞ്ച് ഇൻ ഫ്ലക്സ്. നേച്ചറിന് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് നേച്ചറിന് താല്പര്യമുള്ള കാര്യമല്ല. അങ്ങനെ ഫ്ലക്സ് ഏതെങ്കിലും കാരണവശാൽ ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നേച്ചർ അതിനെ ഒപ്പോസ് ചെയ്യും. ഇതാണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്. അതാണ് ഫാരഡേസ് ലോൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷനൊക്കെ തീരുമാനിക്കുന്ന കാര്യം. വളരെ സിമ്പിളായിട്ട് ഇത്രയും ആലോചിച്ചാൽ മതി. ഫ്ലക്സ് എവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നോ അവിടെ എന്തുണ്ടാവും? അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് നേച്ചർ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഓൺ ചെയ്യുകയാണ്. ഒരു ഇലക്ട്രോമാഗ്നറ്റ് വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 0-ൽ നിന്ന് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ 1T ടെസ്ല അത്രയ്ക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വേണം? ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യണം. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് നേച്ചർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരാണ് സ്ട്രോങ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് കുറയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരാൻ പറ്റുക? അതിന് നേച്ചർ കണ്ടെത്തിയിരിക്കുന്ന വഴി ഇതാണ്. ഈ ഇലക്ട്രോണിൻ്റെ സ്പീഡ് അങ്ങ് കൂട്ടാം. ഇലക്ട്രോണിൻ്റെ സ്പീഡ് കൂട്ടുമ്പോൾ എന്ത് പറ്റും? കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പോൾ എന്ത് പറ്റും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഡൈപോൾ മൊമെൻറ്റ്, ഈ ചെറിയ മാഗ്നറ്റിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കൂടും. അപ്പോൾ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ കെ ഡയറക്ഷനിലാണ് നമ്മൾ ഇനീഷ്യലി അസ്യൂം ചെയ്യുക. കെ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ വിൽ ഇൻക്രീസ്. എന്തുകൊണ്ടാണ്?
ആസ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ് എം ഇൻക്രീസസ്. സ്പീഡ് കൂടുമ്പോൾ കറണ്ട് കൂടുമ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഡൈപോൾ മൊമെൻറ്റ് കൂടുകയാണ്. സോ ദാറ്റ് ഒപ്പോസസ് ബി. അങ്ങനെ ആ അപ്ലൈഡ് ബീനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ചേഞ്ച് ഫ്ലക്സിലെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുകയാണ് നേച്ചർ ചെയ്യുന്നത്. സോ അപ്പോൾ സ്പീഡ് കൂടി. ആ സ്പീഡ് കൂടുമ്പോൾ എന്ത് പറ്റും? ദർ ഇസ് എൻ അഡീഷണൽ കോൺട്രിബ്യൂഷൻ ടു ദി സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് കുറച്ച് കൂടേണ്ടി വരും. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് കൊടുക്കേണ്ടത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ലോറൻസ് ഫോഴ്സാണ്. വിനോ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ വി പ്രൈം ക്രോസ് ബി, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്. മൈനസ് ഇ വി പ്രൈം ക്രോസ് ബി. ഇനി വിയും ബിയും പെർപെൻഡിക്കുലറാണ് അല്ലേ? ബി ഈ ഡയറക്ഷനിലാണ്, ഇ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിൽ റിവോൾവ് ചെയ്യുകയാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 90 ഡിഗ്രിയാണ്. സോ വി പ്രൈം ക്രോസ് ബി ഈസ് വി പ്രൈം ബി. ഓക്കെ. സോ ഇക്വേഷൻ 2 നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇക്വേഷൻ 2 എന്താണ്? ആ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ സ്പീഡ് കൂടി. ആ സ്പീഡ് കൂടാനായിട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുത്തത് ലോറൻസ് ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 ക്യാൻ ബി മോഡിഫൈഡ് ടു എന്ത് വരും? ഈ ടേം ഹാഫ് പൈ 4 എപ്സിലോൺ 1/4 എപ്സിലോൺ 0 ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അതിൻ്റെ കൂടെ എന്തും കൂടെ വരും? ഈ ലോറൻസ് ഫോഴ്സും കൂടെ വരും. ഈ വി പ്രൈം ബി. നമ്മളിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നെഗറ്റീവാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡുകളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇ വി പ്രൈം സ്ക്വയർ. ഇപ്പോൾ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു, വി പ്രൈം സ്ക്വയർ. അപ്പോൾ ഇനീഷ്യലി മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് അപ്ലൈ ചെയ്തില്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കൂടി, അപ്പോൾ ഒരു അഡീഷണൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ലോറൻസ് ഫോഴ്സ് കൊടുക്കും. സോ ദാറ്റ് ഇക്വേഷൻ മോഡിഫൈസ് ടു ദിസ്. ഓക്കെ. Now ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. സോ ഐ ക്യാൻ റൈറ്റ് ഇ വി പ്രൈം ബി ഇസ് ഈക്വൽ ടു, ഈ ടൈം അതുപോലെ തന്നെ എഴുതിയിരിക്കും. ഈ ടൈമിനെ റൈറ്റിലേക്ക് കൊണ്ടുവരണം. മൈനസ് 4 എപ്സിലോൺ 0 ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇനി ഈ ടൈം എന്താണ്? 1/4 എപ്സിലോൺ 0 ആർ ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അതാണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ 1/4 എപ്സിലോൺ 0 ഇ സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു എം ഇ ബൈ വി സ്ക്വയർ ആർ. അപ്പോൾ അതിന് എം ഇ വി സ്ക്വയർ ബൈ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഫ്രം ഇക്വേഷൻ 2. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു എം ഇ ബൈ ആർ. ഈ രണ്ട് ടേം എം ഇ ബൈ ആർ കോമൺ ആണ്. സോ വി പ്രൈം സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ദെൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ വി പ്രൈം പ്ലസ് വി ഇൻറ്റു വി പ്രൈം മൈനസ് വി. നൗ വി അസ്യൂം ദാറ്റ് ദ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് വെരി സ്മോൾ. ഈ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതിൽ ചെറിയൊരു ചേഞ്ചാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. സോ വി പ്രൈം ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വി, or change in v is very small. So we can assume v prime plus v is approximately equal to 2v prime. v prime same ആണെങ്കിൽ 2v prime. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണെങ്കിൽ ഈ വി പ്രൈം ബൈ ബി ഇസ് ഈക്വൽ ടു എം ഇ ബൈ ആർ. വി പ്രൈം പ്ലസ് വി ഈസ് 2v prime. ദെൻ ലാസ്റ്റ് ടൈം അതുപോലെ തന്നെ എഴുതി. സോ ഹിയർ വി പ്രൈം ക്യാൻസൽസ്. വി ഗെറ്റ് ഇ ബി ഇസ് ഈക്വൽ ടു എം ഇ. വി പ്രൈം മൈനസ് വി നെ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? ഇത് ഫൈനൽ വെലോസിറ്റി, ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ വെലോസിറ്റി, ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത വെലോസിറ്റി. സോ ദിസ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി, ദാറ്റ് ഈസ് നോട്ട് ഡെൽറ്റ വി. ഓർ വി ക്യാൻ റൈറ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഈ ടൈമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. സോ 2rb ബൈ 2me, ദാറ്റ് ഈസ് ഇക്വേഷൻ 3. അപ്പോൾ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണ്. ഇത്രയാണ് ഡെൽറ്റ വി ആണ് അതിൽ ചേഞ്ച് വരുന്നത്. ദ ചേഞ്ച് ഇൻ വെലോസിറ്റി വിൽ ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതിനുവേണ്ടിയാണ് അതിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് തന്നെ. അപ്ലൈഡ് ഫീൽഡിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാനുള്ള നേച്ചറിൻ്റെ പണിയാണത്. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്കറിയാം ഇക്വേഷൻ ഹാഫ് ഇ വി ആർ മൈനസ് കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഇനി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ മൈനസ് ഹാഫ് ഇ വിക്ക് പകരം ഡെൽറ്റ വി എന്ന് കൊടുക്കുക, ആർ കെ. ഡെൽറ്റ വി ഹാവ് ഇക്വേഷൻ 3. ആ ഇക്വേഷൻ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ ആർ ബി ബൈ 2me ആർ. സോ ഇ ബിക്കം ഇ സ്ക്വയർ, ദെൻ ആർ സ്ക്വയർ, ദെൻ ബി മാഗ്നിറ്റ്യൂഡ്, കെ ഡയറക്ഷൻ, അതിനെ ഞാൻ വെക്റ്റർ ബി എന്ന് എഴുതി. ബി ടൈംസ് കെ, ബി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, കെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ ബി, ദെൻ 2 times 2 4me. സോ ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. അതായത് നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അപ്ലൈ ചെയ്തിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ് മാറുന്നത്. ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഗിവൺ ബൈ മൈനസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി, മൈനസ് ഓഫ് ബി. ബാക്കിയെല്ലാം സ്കെലറാണ്. മൈനസ് ഓഫ് ബി, ദാറ്റ് മീൻസ് നെഗറ്റീവ് സൈൻ മീൻസ് ചേഞ്ച് ഇൻ എം ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ബി. അല്ലെങ്കിൽ അപ്ലൈഡ് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ കാണിക്കുന്നത്. ഓർ ദി ഓർബിറ്റൽ മോഷൻ ഈസ് അഫക്റ്റഡ് ബൈ ബി. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇരിക്കുന്ന മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷനാണ് ചേഞ്ച് ചെയ്യുന്നത്. ആ ചേഞ്ച് എത്രയാണെന്നുള്ള, അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ചേഞ്ചാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഡയാമാഗ്നറ്റിസിൻ്റെ തിയറി. ഡയാമാഗ്നറ്റിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി വെച്ചാണ്. ദാറ്റ് വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.